നമസ്കാരം. എക്സലന്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ 7ാമത്തെ റൗണ്ടിൽ ഗൂഗേഷും ഡിങ്ങും കളിച്ച ഗെയിം ഒന്ന് നോക്കാം. നൈറ്റ് ഓഫ് 3, പോൺ d5, പോൺ g3, വൈറ്റിന്റെ ബിഷപ്പിനെ bg2 എന്ന നീക്കം നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുക എന്നാണ് g3 എന്ന നീക്കത്തിന്റെ ലക്ഷ്യം. പോൺ g6, പോൺ d4, ബിഷപ്പ് g7, പോൺ c4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഗാംബിറ്റ് ലൈനിലേക്ക് ഗെയിം കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു. പോൺ c6, ബിഷപ്പ് g2, നൈറ്റ് f6, d5-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുകയും ബ്ലാക്കിന് കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുവാനുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. കിങ് സൈഡ് കാസ്ലിംഗ്, ബ്ലാക്ക് കിങ് സൈഡ് കാസ്ലിംഗ്, റൂക്ക് e1, e2-ലിരിക്കുന്ന പോണിനെ e4 എന്ന ഒരു നീക്കം നടത്തുവാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ റൂക്കിന്റെ സംരക്ഷണത്തോടെ നീക്കം നടത്താം എന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. d ടേക്ക് c4, c4-ലിരിക്കുന്ന പോണിനെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നു. പോൺ e4, ബിഷപ്പ് g4, നൈറ്റിന് ഒരു പിന്നിങ് നൽകുന്നു. നൈറ്റ് d2, നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിന് ഒരു സംരക്ഷണം നൽകുകയും c4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. പോൺ c5-ലുള്ള ഡബിൾ പോണിനെ വൈറ്റിന്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡബിൾ പോൺ ഒഴിവാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. പോൺ d5, പോണിനെ മുൻപിലോട്ട് നീക്കം നടത്തുന്നു. പോൺ e6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിന്റെ മധ്യഭാഗത്തുള്ള പോൺ സ്ട്രക്ചർ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. പോൺ h3, പോൺ ഉപയോഗിച്ച് ബിഷപ്പിന് ഒരു ആക്രമണം നൽകുന്നു. ബിഷപ്പ് ടേക്സ് f3, ബിഷപ്പ് ടേക്സ് f3, e ടേക്സ് d5, e ടേക്സ് d5. ഈ ഒരു പൊസിഷനിൽ ചെസ് ബോർഡിന്റെ മധ്യഭാഗത്ത് ഒരു ഐസോലേറ്റഡ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. എന്നാൽ ഈ ഒരു പോണിനെ കൃത്യമായി സംരക്ഷിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ d5-ലിരിക്കുന്ന പോൺ വളരെയധികം അപകടകാരിയായി മാറും. നൈറ്റ് bd7, നൈറ്റ് ടേക്സ് c4, പോൺ b5, പോൺ ഉപയോഗിച്ച് നൈറ്റിന് ഒരു ആക്രമണം നൽകുന്നു. നൈറ്റ് a3, വൈറ്റിന്റെ നൈറ്റ് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ നല്ല ഒരു പൊസിഷൻ അല്ല. ക്യൂൻ b6, ബിഷപ്പ് f4, വൈറ്റിന്റെ ബിഷപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിന്റെ മധ്യഭാഗം നിയന്ത്രിക്കുകയും a8-ലിരിക്കുന്ന റൂക്കിന് ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് നൽകിക്കൊണ്ട് ആക്രമിക്കുവാനും സാധിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. റൂക്ക് f e8, ക്യൂൻ d2, റൂക്ക് a d8, നൈറ്റ് c2, നൈറ്റ് f8, d5-ലിരിക്കുന്ന പോണിന് റൂക്ക് ഉപയോഗിച്ച് ഒരു ആക്രമണം നൽകുന്നു. പോൺ b4, c ടേക്സ് b4 എന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ നൈറ്റ് ടേക്സ് b4 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ഈ ഒരു പൊസിഷനിൽ കുഴപ്പമില്ലാത്ത ഒരു പൊസിഷനിൽ എത്തിക്കുവാൻ സാധിക്കുന്നു. പോൺ c4, പോണിനെ ഒരു സ്ക്വയർ മുന്നിലേക്ക് നീക്കം നടത്തുന്നു. ബിഷപ്പ് e3, ക്യൂനിന് ഒരു ആക്രമണം നൽകുന്നു. ക്യൂൻ a6, ബിഷപ്പ് d4, റൂക്ക് ടേക്സ് e1 ചെക്ക്, റൂക്ക് ടേക്സ് e1. റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ വൈറ്റിന് ഒരു ഓപ്പൺ ഫയൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. ക്യൂൻ ടേക്സ് a2, റൂക്ക് a1, റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ b3, ക്യൂൻ റൂക്കിന്റെ ആക്രമണത്തിൽ നിന്ന് മാറി നിൽക്കുകയും f3-ലിരിക്കുന്ന ബിഷപ്പിന് ഒരു ആക്രമണം നൽകുകയും ചെയ്യുന്നു.
റൂക്ക് A3 റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ സംരക്ഷിക്കുകയും ക്യൂനിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ക്യൂൻ B1 ചെക്ക്, കിങ് G2. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ ക്യൂൻ കൂടുതൽ സ്ക്വയറുകളിലേക്കൊന്നും നീക്കം നടത്തുവാൻ സാധിക്കാതെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. റൂക്ക് D7 A7-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. റൂക്ക് A5 B5-ലിരിക്കുന്ന പോണിനെ റൂക്ക് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ക്യൂൻ B3 ബ്ലാക്കിൻ്റെ ക്യൂനിന് കാര്യമായ സ്ക്വയറുകളിലേക്കൊന്നും നീക്കം നടത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ക്യൂൻ എക്സ്ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്കിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഒരു ക്യൂൻ എക്സ്ചേഞ്ചിനുള്ള ശ്രമം നടത്തുകയാണ്. റൂക്ക് A3 റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുമ്പോൾ ബ്ലാക്കിൻ്റെ ക്യൂനിന് QD3 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുന്നില്ല. ക്യൂൻ B1 ഈ ഒരു പൊസിഷനിൽ ഒരു ക്യൂൻ ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ ഗുഗേഷിന് സാധിച്ചില്ല. റൂക്ക് A5 റൂക്ക് ഉപയോഗിച്ച് B5-ലിരിക്കുന്ന പോണിനെ വീണ്ടും ആക്രമിക്കുന്നു. ക്യൂൻ B3 റൂക്ക് ടേക്സ് B3. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റും അവസാന നീക്കം വരെ വിജയിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു നീക്കങ്ങൾ നടത്തിയിരുന്നത്. ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാനായിരുന്നുവെങ്കിൽ സമനില ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പൊസിഷനായിരുന്നു ഇപ്പോൾ ചെസ് ബോർഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വൈറ്റ് ഒരു സമനില നിരസിച്ചുകൊണ്ട് ഒരു വിജയത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ക്യൂൻ D3 ക്യൂൻ ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ F4 വൈറ്റ് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് F6-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. ക്യൂൻ ടേക്സ് C2 ബിഷപ്പ് ടേക്സ് F6. ക്യൂൻ F5 ക്യൂൻ ഉപയോഗിച്ച് ക്യൂനിനെയും ബിഷപ്പിനെയും ആക്രമിക്കുന്നു. ക്യൂൻ ടേക്സ് F5 G ടേക്സ് F5 ബിഷപ്പ് ടേക്സ് G7 കിങ് ടേക്സ് G7. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലെയും ക്യൂൻ സൈഡിലെയും പോൺ സ്ട്രക്ചർ കുറച്ച് മോശമായി നമുക്ക് തോന്നാം. എന്നാൽ ഈ ഒരു പൊസിഷനിൽ നിന്നും കൃത്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സമനിലയിലേക്കാണ് ഗുഗേഷിനെ എത്തിക്കുവാൻ സാധിച്ചത്. റൂക്ക് C5 C4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് G6 റൂക്ക് ടേക്സ് C4. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ നോക്കിയാൽ വൈറ്റിന് പ്ലസ് ഉള്ള ഒരു പൊസിഷൻ പോലെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നൈറ്റ് E5 റൂക്ക് D4 നൈറ്റ് C6. ഇപ്പോൾ പോൺ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല. കാരണം പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ച് D4-ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് F4 F4-ലിരിക്കുന്ന പോണിന് ഒരു ആക്രമണം നൽകുന്നു. ഇപ്പോൾ പോൺ ഉപയോഗിച്ച് നൈറ്റിന് ആക്രമണം ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ച് മുൻപിലോട്ട് നീക്കം നടത്തുവാൻ ബ്ലാക്കിന് സാധിക്കില്ല. നൈറ്റ് E7 പോൺ B5 A5-ലുള്ള പോണിൻ്റെ മുൻപിലോട്ടുള്ള നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. കിങ് F6 ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ കുറച്ച് മോശമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കിങ്ങിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് നല്ല ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തുന്നു. റൂക്ക് D4 പോൺ H6 കിങ് F1 വൈറ്റിൻ്റെ കിങ്ങിനെ ക്യൂൻ സൈഡിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. കിങ് E5 കിങ് ഉപയോഗിച്ച് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് H4 H6-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് ടേക്സ് D5 റൂക്ക് ടേക്സ് H6. ബ്ലാക്കിന്
H5 ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വളരെ നല്ല രീതിയിൽ ഒരു പ്രതിരോധം തീർക്കുകയാണെങ്കിൽ H3 പോണിനെ പ്രൊമോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. നൈറ്റ് C3, നൈറ്റ് ഉപയോഗിച്ച് B5 പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് C6 എന്ന ഒരു നീക്കത്തിൻ്റെ ലക്ഷ്യം നൈറ്റ് എക്സ് B5 എന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ റൂക്ക് C5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ നൈറ്റിനെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. നൈറ്റ് E4, നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിൻ്റെ ഡയഗണൽ ബ്ലോക്ക് ചെയ്യുന്നു. കിങ് E1, ബ്ലാക്കിൻ്റെ റൂക്ക് D2 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്ക് D2 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ F2 പോണിന് നൈറ്റും റൂക്കും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുമായിരുന്നു. ഈ ഒരു പൊസിഷനിൽ റൂക്ക് D2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ റൂക്കിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. പോൺ F6, പോൺ H4, റൂക്ക് D3, റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് D1, പോൺ F4, G takes F4, കിങ് takes F4. ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു പോൺ കൂടുതലുണ്ടെങ്കിൽ പോലും രണ്ട് പോണുകളും നൈറ്റും റൂക്കും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ ഡിങ്ങിന് സാധിക്കും. ബിഷപ്പ് C2, റൂക്ക് D5, റൂക്ക് C4, റൂക്കും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. പോൺ F5, E4 നൈറ്റിന് പോൺ ഉപയോഗിച്ച് ഒരു സംരക്ഷണം നൽകുന്നു. റൂക്ക് B4, വൈറ്റിൻ്റെ പോണിനെ സംരക്ഷിക്കുന്നു. കിങ് F3, ബ്ലാക്കും വൈറ്റും ഈ ഒരു പൊസിഷൻ ഒരു ഡോയിഷ് പൊസിഷനാണ് എന്നു മനസ്സിലാക്കി തന്നെയാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും അവസാന നീക്കം വരെ ഒരു വിജയത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബിഷപ്പ് D1 പ്ലസ് കിങ് G2, റൂക്ക് B3. ഇപ്പോൾ ബിഷപ്പ് F3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിന് ഒരു ചെക്ക് നൽകുവാൻ സാധിക്കുന്നു. റൂക്ക് E5, പോൺ F4, പോൺ ഉപയോഗിച്ച് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് E7, റൂക്ക് E3, ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിന്നിങ്ങിലാക്കുകയും ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. റൂക്ക് H7, H4 പോണിനെ ആക്രമിക്കുന്നു. പോൺ H5 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സംരക്ഷിക്കുന്നു. നൈറ്റ് F6, H5 പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് E5, F5 പോണിന് ഒരു ആക്രമണം നൽകുന്നു. നൈറ്റ് ടേക്സ് H5, റൂക്ക് ടേക്സ് F5, നൈറ്റ് G3. വൈറ്റിനൊരു പോൺ കൂടുതലുണ്ട്. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ കിങ് ഫസ്റ്റ് റാങ്കിലായതുകൊണ്ട് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കില്ല. നൈറ്റ് G3, റൂക്കിന് ഒരു ആക്രമണം നൽകുന്നു. റൂക്ക് F8, റൂക്ക് B7, B5 പോണിനെ റൂക്ക് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ബിഷപ്പ് A4, ബിഷപ്പ് ഉപയോഗിച്ച് പോണിനെ സംരക്ഷിച്ച ശേഷം F5 പോണിനെ മുൻപിലോട്ട് നീക്കം നടത്തുക എന്നുള്ളതാണ് വൈറ്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കിങ് F3, പോൺ F5, കിങ് F4. ഇതുപോലുള്ള പൊസിഷനിൽ കിങ്ങിന് ചെക്ക് നൽകുവാൻ സാധിക്കാത്ത നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. പോൺ F6, നൈറ്റ് E4, ബിഷപ്പ് C2, ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ റൂക്ക് ഉപയോഗിച്ച് B5 പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ F7 എന്ന നീക്കം നടത്തിയതിനു ശേഷം റൂക്ക് ഉപയോഗിച്ച് റൂക്ക് E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുകയും വൈറ്റിന് ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ ഉള്ള ഒരു ശ്രമം നടത്തുകയും
ചെയ്യാമായിരുന്നു. നൈറ്റ് D6, റൂക്ക് D8, റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. കിങ് E5, നൈറ്റിന് ഒരു സംരക്ഷണം നൽകുകയും വൈറ്റിൻ്റെ പോണിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് B3, ഇപ്പോൾ ബ്ലാക്കിന് കിങ് ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല, കാരണം നൈറ്റിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. നൈറ്റ് F7, റൂക്ക് D5 ചെക്ക്, കിങ് ടേക്സ് F6. കിങ് ടേക്സ് F6 എന്ന നീക്കത്തോടു കൂടി ബ്ലാക്കും വൈറ്റും ഒരു സമനില മനസ്സിൽ ഉറപ്പിച്ചതിനു ശേഷമാണ് തുടർന്നുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിങ് D2, റൂക്ക് B6, ബിഷപ്പ് C4, റൂക്ക് D6, കിങ് C3, റൂക്ക് ടേക്സ് D5, ബിഷപ്പ് ടേക്സ് D5, നൈറ്റ് D6, കിങ് B4, നൈറ്റ് ടേക്സ് B5. നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുന്നു. കിങ് ടേക്സ് B5, A6 ചെക്ക്, കിങ് ടേക്സ് A6. ഇനി വൈറ്റിന് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ 7ാമത്തെ റൗണ്ട് വളരെ മനോഹരമായ ഒരു സമനിലയിലെത്തിക്കുവാൻ ഗുകേഷിനും ഡിങ്ങിനും സാധിക്കുന്നു. പുതിയ ഒരു ഗെയിമുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.